ഗഡികളെ. അപ്പം ഇന്ന് വിദ്യയുടെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം പ്ലാവിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വെയിൽ കാരണം പച്ചപ്ലാവിലായിരുന്നു, പെട്ടെന്ന് അത് വാടിയിട്ടുണ്ട്. ഇന്നോ ഇന്നലെയായിട്ട് കൊണ്ടുവന്നിട്ടതാവണം. എന്താ പ്ലാവിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിദ്യയുടെ വീടെന്ന് പറയുന്നത്. എൻ്റെ ബാക്കിൽ കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ വിദ്യയുടെ വീട് അതായത് ഹോം ടൂറാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വിദ്യ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഹലോ, അവിടെ ഇരുന്ന് ഉറങ്ങായിരുന്നു. എന്നെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയെന്നാ പറയണ. അപ്പോൾ ലോട്ടറി ഇന്ന് നേരത്തെ കഴിഞ്ഞു, 2:15 കഴിഞ്ഞു. അപ്പോൾ 2:15 കഴിഞ്ഞപ്പോൾ അവൾ നേരെ ഇവിടുന്ന് വിൽക്കണ സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാനും ഇങ്ങോട്ട് വന്നേക്കാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരുമിച്ച് പോയിട്ട് ലോട്ടറി എടുക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ വിദ്യയുടെ ഹോം ടൂറാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് എന്ന് പറഞ്ഞാൽ 2200 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. 5000 അല്ലേ? 5000. നമ്മള് 5000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഹോം ടൂർ ആണെന്ന് ചെയ്യാം. 200 പോലും ഇല്ല കേട്ടാ. 10:10 റൂമാണ്. 10:10 റൂമ്. അപ്പൊ അതിന്റെ ഹോം ടൂർ നമുക്ക് കാണാം. അത് വെടുപ്പാക്കി ഡാൻസ് വെടുപ്പാക്കാണ്ട് 2021 പ്രോഡക്റ്റ് ആണിത്. 20 അത് ഗർഭിണിയായത് 20, പ്രസവിച്ചത് 20. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിലൊന്നു. അമ്പോ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പൂജാത. ഞാനാണെന്ന് ഞാൻ അവളുടെ കാര്യം പറയണ. അവൾക്ക് ഭയങ്കര എന്താ കാര്യം, അവളുടെ കാര്യം മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞ കേട്ടിരിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ അല്ലേടി. നമ്മളങ്ങനെ പറയുമ്പോ അവളങ്ങനെ പൊങ്ങി സൂക്ഷിച്ചിരിക്കും. ഹോം ടൂർ എനിക്കുണ്ടായിരുന്നു അങ്ങനത്തെ ചെറുപ്പത്തില്. നമ്മളെ കാര്യങ്ങൾ കൂടുതൽ അമ്മായി പറയുമ്പോ നമുക്കൊരു ഇഷ്ടല്ലേ, അത് കേൾക്കാൻ ഇഷ്ട. ചെറുപ്പത്തില് ഈ കരി അന്ന് വേറെ നല്ല കരിയുടെ സമയമാക്കില്ല, കരി ഇതെല്ലാം ഉണ്ടാവും. കരിക്കട്ട അതൊക്കെ ഞാൻ തിന്നൂത്ര. അപ്പൊ കരിക്കട്ട ഞാൻ തിന്നാറുണ്ട്, മണ്ണ് തിന്നാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോളേ മണ്ണ് തിന്നണത് പണ്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മണ്ണില്ലേ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും, കയ്യിലായിരിക്കും. അപ്പൊ വലുതായിട്ട് എടുക്കുന്നുണ്ട്. 6 ക്ലാസ്സിൽ പഠിക്കുമ്പോ വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആയിരിക്കുമ്പോ നൈസ് പൊടി വരും. അതിങ്ങനെ നൈസ് പൊടിയ തിന്നണത്, നൈസ് പൊടി തിന്നണത്. മറ്റേ അനിക്സ്പ്രേ അല്ലേ, അതിനെ തോൽപ്പിക്കും. അത്ര ടേസ്റ്റാ. പക്ഷെ തീർന്നാ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് ഹോം ടൂറിന് പോവാൻ. അപ്പൊ നമ്മള് നമ്മുടെ വീടിന്റെ അകത്തോട്ട് പോവാണ്. ഒരു വിദ്യയുടെ വീടിന്റെ അകമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 2200 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഫസ്റ്റ് റൂമാണിത്. ഫസ്റ്റ് റൂം ഹാൾ, എൻട്രൻസ് ഹാൾ. ഓക്കെ. അപ്പൊ എൻട്രൻസ് ഹാള്. പിന്നെ അതിനെന്താ അറിയണ്ടേ, ഇപ്പൊ ഇനി കിച്ചണിലാണ് ഇപ്പൊ വിദ്യ വന്നിരിക്കണത്. നമ്മുടെ കിച്ചൺ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഏതാണ്ട് ഒരു 500 സ്ക്വയർ ഫീറ്റിന് കിച്ചൺ വരും. കിച്ചൺ 500 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം.
അപ്പൊ ബെഡ്റൂം 1000 എത്ര സംതിങ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാ? ബെഡ്റൂം 1000 കൂട്ടിയാൽ മതി. 1000 കൂട്ടിയാൽ മതി. പിന്നെ ടിവി, അലമാരി, ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്നത് അത് 500. അങ്ങനെ മൊത്തം 2000. പിന്നെ പുറത്ത് സിറ്റ് ഔട്ട് 200. അപ്പൊ 2000. നമ്മുടെ മുതലാളിട്ടാ. ഇതാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ. ഉടമസ്ഥന് ചിരി വന്നു. ആദ്യമായിട്ടാണ് ചിരിച്ചേണ്ടത് കേട്ടോ. അപ്പൊ അവിടെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്, ഒരു അലമാരി ഉണ്ട്, ചെറിയൊരു TV ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വിദ്യയുടെ ബംഗ്ലാവിലെ വിശേഷങ്ങൾ. പിന്നെ അതാ നമ്മുടെ ഇവിടെ പാത്രങ്ങളൊക്കെ ഇവിടെ വെക്കും, ഇവിടെ പാചകം ചെയ്യും. നമ്മള് ചുമ്മാ തമാശക്ക് പറഞ്ഞതാണ് കേട്ടാ 2200 അതൊരു 10 ഉള്ളൂ. നമുക്ക് 2200 എത്തിക്കണം. അത് സഹായിക്കാനൊക്കെ എത്തണം. കണ്ട അടുപ്പ്, വിറകുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ അതാ ഇവിടെയാണ് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, അത് അവക്കടെ പാവ, എലിയുണ്ടോ അവിടെ? ഇത് അവളുടെ ടെഡി ബെയർ. ഇത് വലിയതാണല്ല. പിന്നാലെ പുതിയ വീടിന്റെ ലൊക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത വീട് കാണാം. പുതിയ വീടിന്റെ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വിദ്യയുടെ വലിയ വീട്ടിലെ വിശേഷങ്ങൾ. അതെ, ചെറിയ വീട്ടിലെ വലിയ വിശേഷങ്ങളാണോ, വലിയ വീട്ടിലെ ചെറിയ വിശേഷങ്ങളാണോ? 50 ലക്ഷം വാങ്ങിക്കാൻ പോകട്ടെ. ഞങ്ങള് നാളത്തെ കോടിപതി ആവാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വിദ്യയുടെ വലിയ വീട്ടിലെ ചെറിയ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങള് നാളത്തെ കോടി വാങ്ങിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.